ദൈവത്തിന്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. ഞാനിന്ന് ആശു ഒത്തിരി സന്തോഷത്തിലാണ്. കാരണം നമ്മൾ 1ഉം 2ഉം 3ഉം പടികൾ കഴിഞ്ഞു. ഇന്ന് നമ്മുടെ മിഡ് നൈറ്റ് സ്റ്റാർ ഗ്രൂപ്പില് 4ാമത്തെ പടിയെ പറ്റിയാണ് ചർച്ച ചെയ്യുക. നമുക്കറിയാം, കഴിഞ്ഞ 4 ദിവസം മുമ്പ് നടന്ന ഒരു വർക്ക്ഷോപ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതിന്റെ മലയാള വിശദീകരണവും മലയാളത്തിലെ ബുക്കിൽ എന്തൊക്കെയാണ് അതിനെപ്പറ്റി പറയുന്നതൊക്കെയാണ് നമ്മൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോ നമ്മളന്ന് നമുക്ക് അതിന്റെ വർക്ക്ഷോപ്പ് നടത്തിയത് റോയിറ്റിയാണ്. റോയിറ്റി ഒരു മെമ്പറാണ്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹം ക്ലാസ് എടുത്തത്. അദ്ദേഹത്തിന്റെ ആ അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. നമ്മൾ ഇപ്പോൾ കോവിഡ് കാലത്താണ്. കോവിഡ് വാക്സിൻ എടുക്കുന്നതിനായി ഒരു നേഴ്സ് നമ്മെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുമോ, ഇപ്പോൾ എനിക്ക് വാക്സിൻ വേണ്ട, മറ്റുള്ളവർക്ക് കൊടുത്തതിന് ശേഷം മതി എന്ന് പറയുമോ? തീർച്ചയായും ഇല്ല. നമ്മൾ അത്രമാത്രം ഹൃദയവിശാലതയുള്ളവരൊന്നല്ല. നമ്മൾക്കറിയാം, നമ്മൾക്ക് നിലവിൽ ഒരു രോഗം, ഒരു പാൻഡമിക് അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതെനിക്ക് പിടിപെടാതിരിക്കാനും അതിനുള്ള റെസിസ്റ്റിംഗ് കപ്പാസിറ്റിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അപ്പോ അതുപോലെ തന്നെയാണ് ആൽക്കഹോളിസത്തിന്റെ 4ാം പടി. 1ഉം 2ഉം 3ഉം പടികളിൽ നമ്മൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി 4ാം പടി എപ്പോൾ ചെയ്യണമെന്നൊക്കെ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ 4ാം പടിയില് പറയുന്നുണ്ട്, വിദ്വേഷമാണ് പ്രധാന ശത്രു. ബിഗ് ബുക്ക് പേജ് 62. ബിൽ ഡബ്ല്യു അതിനെപ്പറ്റി അദ്ദേഹത്തിന്റെ ധാർമ്മികപരമായ കണക്കെടുപ്പ് എങ്ങനെയാണ് 4ാം പടിയിൽ നടത്തിയത് എന്ന് ഒരു ചെറിയ വിശദീകരണം ബിഗ് ബുക്കിൽ തന്നെ 64ാമത്തെ പേജിൽ കൊടുക്കുന്നുണ്ട്. അതിങ്ങനെയാണ്. ആദ്യത്തെ ഒരു കോളമായിട്ട് തിരിച്ചിട്ടില്ല. ആദ്യത്തെ കോളത്തിൽ പറയുന്നത് വിദ്വേഷമുള്ളവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാനാണ്. എന്നിട്ട് ആ വിദ്വേഷമുള്ളവരുടെ പേരുകൾ എഴുതാനാണ്. 2ാമത്തെ കാര്യത്തില് വിദ്വേഷത്തിനുള്ള കാരണവും അത് എങ്ങനെയാണ് എന്നെ ബാധിക്കുന്നത്. അങ്ങനെ 3 കോളത്തിലായിട്ടാണ് ബിൽ ഡബ്ല്യു അവിടെ വിവരിക്കുന്നത്. നമുക്ക് അതിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. മിസ്റ്റർ ബ്രൗൺ, അപ്പൊ അയാളോട് എനിക്ക് ബിൽ ഡബ്ല്യുവിന് വിദ്വേഷം ഉണ്ടായിരുന്നു. അതിന്റെ കാരണം ബിൽ ഡബ്ല്യു എഴുതിയിരിക്കുന്നത് എന്റെ ഭാര്യയുടെ മേലുള്ള അവന്റെ ശ്രദ്ധ, പിന്നെ എന്റെ ഭാര്യയോട് എന്റെ കാമുകിയെ കുറിച്ച്, രഹസ്യ കാമുകിയെ കുറിച്ച് എന്റെ ഭാര്യയോട് മിസ്റ്റർ ബ്രൗൺ പോയി പറഞ്ഞു. ഒരു പക്ഷെ ബ്രൗണിന് എന്റെ ഓഫീസിലുള്ള ജോലിക്ക് വേണ്ടിയായിരിക്കാം അത് ചെയ്തത്. അത് എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ബില്ല് പറയുന്നുണ്ട്. അത് എന്റെ ലൈംഗിക ബന്ധത്തെ, അല്ലെങ്കിൽ എന്റെ ഭയത്തെ, സ്വയം മതിപ്പിനെ, എന്റെ സുരക്ഷിത ബോധത്തെ, മാന്യതയെ എല്ലാം അത് ബാധിച്ചു. അടുത്തതായി അതൊക്കെ എഴുതിയിരിക്കുന്ന വേറൊരു പേര് മിസ്സിസ് ജോൺസണോടാണ്. അവളൊരു വങ്കത്തിയാണ്. എന്നെ കൊച്ചാക്കി സംസാരിച്ചു. അവളുടെ ഭർത്താവിനെ കുടിച്ചതിനായിട്ട് ജയിലിലാക്കി. അവനാകട്ടെ എന്റെ പ്രിയ കൂട്ടുകാരനാണ്. അവൾ എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുകയും പരദൂഷണം പറയുകയും ചെയ്യുന്നവളാണ്. അതെങ്ങനെയാണ് എന്നെ ബാധിക്കുന്നത്? അത് എന്റെ വ്യക്തിബന്ധത്തെ ബാധിച്ചു. എന്റെ ആത്മാഭിമാനത്തെ, അല്ലെങ്കിൽ ഭയമുണ്ടായി എനിക്ക്. പിന്നെ അടുത്ത കോളത്തില് ബിൽ ഡബ്ല്യു പറയുന്നത് എന്റെ മുതലാളിയോട്, അതല്ലെങ്കിൽ എംപ്ലോയറോട്. അതിന്റെ കാരണം എന്താണ്? വകതിരിവില്ലാത്തവൻ, അന്യായമായി പ്രവർത്തിക്കുന്നവൻ, അടക്കി വാഴുന്നവൻ, കുടിച്ചതിന് എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തി, എന്റെ ചെലവുകൾ എന്തൊക്കെയാണെന്ന് തിരക്കി അന്വേഷിച്ചു പിടിച്ച് നടക്കുന്നു. അതെങ്ങനെയാണ് എന്നെ ബാധിക്കുന്നത്? എന്റെ ആത്മാഭിമാനത്തെയും സുരക്ഷിതത്തെയും ആണ് അത് ബാധിക്കുന്നത്. അപ്പൊ 3ാമത്തെ കോളത്തിൽ ബിൽ ഡബ്ല്യു അത് എഴുതി. പിന്നെ ബിൽ ഡബ്ല്യു എഴുതിയത് ബിൽ ഡബ്ല്യുവിന്റെ ഭാര്യയോട്, എന്റെ ഭാര്യയോടെന്നാണ്. അതിന്റെ കാരണം എന്നെ തെറ്റിദ്ധരിക്കുന്നു, എപ്പോഴും കുറ്റം പറയുന്നു, ബ്രൗണിനെ അവൾ ഇഷ്ടപ്പെടുന്നു, വീട് അവളുടെ പേരിൽ വേണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. അത് എന്താണ് എന്നെ അഫക്ട് ചെയ്തത്? അഭിമാനത്തെയും ലൈംഗിക ബന്ധത്തെയും സുരക്ഷിത ബോധത്തെയാണ് അത് ബാധിച്ചത്. ബിൽ ഡബ്ല്യു അദ്ദേഹത്തിന്റെ ധാർമ്മിക കണക്കെടുപ്പ് നമ്മളുമായി പങ്കുവച്ചു. അതിന് കാരണം ആൽക്കഹോളിസം എന്ന് പറയുന്നത് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ബാധിക്കുന്ന ഒരു രോഗമായതുകൊണ്ടാണ്. നമുക്കറിയാം ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. ഇപ്പൊ നീരസത്തെ കുറിച്ചാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. നീരസം എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നതൊക്കെ നമുക്കറിയാം. ആദ്യത്തെ കോളത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പേജ് നമ്പർ 64 പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ദേഷ്യമുണ്ടായിരുന്ന ആളുകളുടെയും സ്ഥാപനങ്ങളുടെയും തത്വങ്ങളുടെയും പേരുകളുള്ള ആദ്യത്തെ കോളം. ആദ്യത്തെ കോളത്തില് എനിക്ക് ആരോടൊക്കെ ദേഷ്യമുണ്ടോ അതിന്റെ സ്ഥാപനങ്ങള്, ആളുകള്, തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ്. ഇപ്പൊ പീപ്പിൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ്, അതാണ് ആദ്യത്തെ കോളത്തില്. 2ാമത്തെ കോളത്തിലാണ് അതിനുള്ള കാരണങ്ങൾ. 2ാമത്തെ കോളത്തില് പേജ് നമ്പർ 64 പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾ കോപാകുലരായെന്ന് ഞങ്ങളോട് തന്നെ ചോദിച്ചു. അപ്പൊ നമ്മളൊരു കണക്കെടുപ്പ് നടത്താണ്, ഞങ്ങൾ എന്തുകൊണ്ടാണ് കോപാകുലരായത്.
അതിന് ബിൽ ഡബ്ല്യു പറഞ്ഞ 3-4 ഉദാഹരണങ്ങൾ, അതായത് എന്റെ ഭാര്യയോട് ബ്രൗണിന് താല്പര്യമുണ്ടായി, എന്റെ ഭാര്യയോട് ബ്രൗൺ എന്റെ സോറി മിസസ് ജോൺസൺ ആണെങ്കിലാകട്ടെ എന്റെ രഹസ്യ കാമുകിയെ കുറിച്ച് എന്റെ ഭാര്യയോട് പറഞ്ഞു. അടുത്തതാകട്ടെ എന്റെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടേക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് കാരണങ്ങൾ. അപ്പൊ മൂന്നാമത്തെ കോളത്തില് എന്നെ അതെല്ലാം അഫക്ട് ചെയ്ത കാര്യങ്ങൾ, എന്റെ ലൈംഗിക ബന്ധത്തെ അത് ബാധിച്ചു, എന്റെ അഭിമാനത്തെ അത് ബാധിച്ചു, എനിക്ക് ഭയമുണ്ടായി, എന്റെ മാന്യതയെ ബാധിച്ചു. ഇത്തരമാണ്. ഇതൊരു ഉദാഹരണമാണ്. ഇതൊരു ബിൽ ഡബ്ല്യു നമ്മൾക്ക് നൽകിക്കുന്ന ഒരു ഉദാഹരണമാണ്. അപ്പൊ നമ്മൾക്ക് നമ്മുടേതായ രീതിയിൽ കോളങ്ങൾ ഉണ്ടാക്കാം. ബിഗ് ബുക്കില് ലൈനുകളോ കോളങ്ങളോ ഒന്നും ആക്കിയിട്ടില്ല. ഇവിടെ ഞാൻ എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് കോളങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് 3 കോളമാക്കിയതിന് കാരണം എന്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. ഞാൻ എന്റെ അച്ഛനോട് വൈരാഗ്യമുണ്ടായി. അതിന് കാരണമുണ്ട്. 16 വയസ്സുള്ളപ്പോൾ എന്റെ അച്ഛൻ മരിച്ചു. അതിനുശേഷം ഞാൻ അനാഥനായി. എല്ലാവരും മാതാപിതാക്കന്മാരൊക്കെ ആയിട്ട് ഫംഗ്ഷനുകളിൽ വരുമ്പോൾ ഞാൻ മാതാവ് മാത്രമായിട്ട് പോകും, അത് എന്റെ അമ്മ മാത്രമായിട്ട്. അപ്പൊ പലപ്പോഴും അവരെന്നോട് ചോദിക്കും, നിന്റെ അച്ഛൻ എവിടെ എന്ന് ചോദിക്കാറുണ്ട്. എന്നെ വല്ലാതെ ഒന്ന് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ എന്റെ ആത്മാഭിമാനത്തെ അത് ചോദ്യം ചെയ്യുന്ന പോലെയായിരുന്നു. അത് മാത്രമല്ല, എന്റെ സാമ്പത്തികത്തെ അത് ബാധിച്ചു. അമ്മ പറഞ്ഞു, ഞാൻ സിംഗിൾ മമ്മാണ്, അതുകൊണ്ട് നിനക്ക് പോക്കറ്റ് മണി ഒന്നും തരാൻ കഴിയില്ല, വേണമെങ്കിൽ നീ പണിക്ക് പൊക്കോ. അങ്ങനെയാണ് ആദ്യത്തെ ജോലിക്ക് പോയത്. ഞാൻ ആദ്യത്തെ ജോലിക്ക് പോയത് 16 വയസ്സിലാണ്. എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, എന്റെ അച്ഛന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കണം, ഒത്തിരി കാര്യങ്ങൾ പഠിക്കണം. പക്ഷെ അതെനിക്ക് സാധിച്ചില്ല. അതെന്റെ പേഴ്സണൽ റിലേഷൻഷിപ്പിനെ ഒരുപാട് ബാധിച്ചു. ഇപ്പോഴാകട്ടെ എന്റെ വീട് അടക്കി ഭരിക്കുന്നത് അമ്മയും ഗ്രാൻഡ് മദറുമാണ്, അതായത് സ്ത്രീകൾ ഭരിക്കുന്ന ഒരു കുടുംബം. ഇനി അങ്ങോട്ട് മറ്റു കാര്യങ്ങളെ കുറിച്ച്, സെക്സിനെ കുറിച്ച് കുറച്ച് സംസാരിക്കുകയാണ്. അതായത് 16 വയസ്സുള്ള ഒരു കുട്ടി എന്ന രീതിയിൽ, ഇന്ത്യയിലുള്ള ഒരു കുട്ടി എന്ന രീതിയിൽ എനിക്ക് ഒരു രീതിയിലും ലൈംഗിക വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. ലൈംഗികതയുടെ കാര്യത്തിൽ ആരുടെ കൂടെ എങ്ങനെ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരാശയവും എനിക്ക് കിട്ടിയില്ല. എന്റെ അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തോട് ചോദിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം മരിച്ചു പോയിരുന്നു. പലപ്പോഴും എന്റെ കൂട്ടുകാർ എന്നോട് ഈ അച്ഛനില്ലാത്തതിന്റെ പേരിൽ കളിയാക്കുന്നതൊക്കെ എന്നെ വല്ലാതെ ബാധിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു. എന്റെ ഫാദർ മരിച്ചത് ഹൃദയ സംബന്ധമായ അസുഖം മൂലം 48-ാമത്തെ വയസ്സിലാണ്. അതെന്നെ വല്ലാതെ എന്റെ വികാരങ്ങളെല്ലാം ബാധിച്ചു. അപ്പോൾ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല്, അതിനുശേഷം, അതായത് എന്റെ ഫാദറിന്റെ ശവമടക്കിന് ശേഷം ആ ചർച്ചിലെ പുരോഹിതൻ എന്നെ ദുരുപയോഗം ചെയ്തു. നോക്കൂ, ഞാൻ $10,000 ചെലവഴിച്ചിട്ടാണ്, ഒരു തെറാപ്പി ചെയ്താണ് എന്റെ ഇത്തരം കാര്യങ്ങൾ, എന്റെ തലയെല്ലാം ശരിയാക്കിയത്. ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞതിൽ റിസെന്റ്മെന്റ്സ് വന്നിട്ടുണ്ട്, സെക്സ് വന്നിട്ടുണ്ട്, റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ട്. ഇതിലെല്ലാം എന്നെ ബാധിച്ചു. അപ്പൊ നമ്മൾ ഇനി അതിനുശേഷം പലരും എന്നെ ഈ പറയുന്ന പോലെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു. ഇതൊക്കെ എന്നെ പ്രൈഡിനെ ബാധിച്ചു. അതുകൊണ്ട് ബിഗ് ബുക്ക് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഞാൻ അനുസരിക്കാൻ തയ്യാറായി. അതുകൊണ്ട് തന്നെയാണ് നീരസത്തിന്റെ ലിസ്റ്റ് എനിക്കുണ്ടാക്കേണ്ടി വന്നത്. ഞാൻ അതിന് തയ്യാറായി. ഇനി നമുക്ക് വർക്ക്ഷീറ്റിലേക്ക് പോകാം. സ്റ്റെപ്പ് 4, റിസെന്റ്മെന്റ് 1. നമുക്കറിയാം, സ്റ്റെപ്പ് 4, മേഡ് എ സെർച്ചിങ് ആൻഡ് ഫിയർലെസ് മോറൽ ഇൻവെന്ററി അവർ സെൽഫ്. അപ്പൊ ഭയം കൂടാതെയും നമ്മുടെ ധാർമ്മികതയുടെ കണക്കെടുപ്പ് നമ്മൾ എടുക്കുകയാണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹൗ ലോങ് ഡു ഐ ഹാവ് ടു വെയിറ്റ് ടു ബിഗിൻ സ്റ്റെപ്പ് 4? എത്ര കാലം ഞാൻ സ്റ്റെപ്പ് 4 വേണ്ടി വെയിറ്റ് ചെയ്യണം? നമ്മൾ 1, 2, 3 കഴിഞ്ഞു, ഇനി 4ലേക്കാണ്. അപ്പൊ ഈ 3 കഴിഞ്ഞിട്ട് 4 വേണ്ടി എത്ര കാലം ചെലവഴിക്കും? അത് അപ്പോൾ തന്നെ പറയുന്നുണ്ട്, നെക്സ്റ്റ്, പിന്നീട്. നെക്സ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഇമ്മീഡിയറ്റ്ലി എന്നാണ്. ഞാൻ ആ ബുക്കിൽ വായിക്കുന്നു, മലയാളത്തെ ബുക്കിൽ അത് വായിച്ചേക്കുന്നത് പിന്നീട് എന്നാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇമ്മീഡിയറ്റ്ലി, ഉടനെ തന്നെ എന്നാണ് അതിന്റെ അർത്ഥം. പിന്നീട് ഞങ്ങൾ മുന്നോട്ട് പോയത് ഊർജ്ജസ്വലമായ പ്രവൃത്തിയിന്മേൽ ഊന്നിയാണ്. അതിന്റെ ആദ്യത്തെ പടി ഞങ്ങളിൽ അധികം പേരും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലാത്ത വ്യക്തിപരമായ ഒരു വീട് വൃത്തിയാക്കൽ പ്രക്രിയയായിരുന്നു. ഞങ്ങളെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങളെ സ്വയം ഉപേക്ഷിക്കാനും നേരിടുവാനുമുള്ള ശക്തമായ ശ്രമങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങളുടെ തീരുമാനം എത്ര പ്രാധാന്യവും നിർണായകവുമായിരുന്നുവെങ്കിലും അവയ്ക്ക് സ്ഥായിയായ ഒരു ഫലമുണ്ടാക്കുമായിരുന്നില്ല. ഞങ്ങളുടെ മദ്യം ഒരു ലക്ഷണം മാത്രമായിരുന്നു. അതുകൊണ്ട് അവസ്ഥകളിലേക്കും കാരണങ്ങളിലേക്കും ഞങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ടായിരുന്നു. പേജ് നമ്പർ 63, മലയാളം ബുക്കിലെ പേജ് നമ്പർ 63 ആണ്. അവിടെ പറയുന്നുണ്ട്, നമ്മുടെ മദ്യപാനം ഒരു ലക്ഷണം മാത്രമായിരുന്നു, അതുകൊണ്ട് അവസ്ഥകളിലേക്കും കാരണങ്ങളിലേക്കും ഞങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ടായിരുന്നു.
അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ? ആദ്യമായിട്ട് ഞാൻ എന്താണ് ആദ്യത്തെ എന്റെ പ്രകടനം? വിദ്വേഷമാണ് പ്രധാന ശത്രു. അത് അമിത മദ്യപാന രോഗികളെ മറ്റെന്തിനേക്കാളും കൂടുതൽ നശിപ്പിക്കുന്നു. എല്ലാ ആത്മീയ രോഗങ്ങളുടെയും ആരംഭം അവിടെയാണ്. കാരണം ഞങ്ങൾ ശാരീരികമായും മാനസികമായും രോഗമുണ്ടായിരുന്നവരെല്ലാം മറിച്ച് ആത്മീയ രോഗബാധയുള്ളവർ കൂടിയായിരുന്നു. പേജ് നമ്പർ 63, അവസാനത്തെ പാരഗ്രാഫില്. ഈ നീരസം എന്ന വാക്കുണ്ടായത് അത് നമുക്ക് ആ വർക്ക്ഷീറ്റിൽ കൊടുത്തിട്ടുണ്ട്. The word resentments originated from French resonere and from the Latin sentire. അതായത് റെസനയർ ആൻഡ് സെൻഡയർ എന്ന രണ്ട് വാക്കുകളിൽ നിന്നാണ് ഈ റിസെന്റ്മെന്റ്സ് ഉണ്ടായത്. അതിന്റെ അർത്ഥം എഗെയിൻ ടു ഫീൽ, അതാണ് അതിന്റെ അർത്ഥം. ഇംഗ്ലീഷിൽ അതിന് നമുക്ക് പല രീതിയിൽ പറയാവുന്നതുണ്ട്. ആങ്കർ, സ്പൈറ്റ് ആൻഡ് ഹോൾഡിങ് എ ഗ്രഡ്ജ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇനി നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് 32 തരം നീരസങ്ങളുണ്ട്. അതായത് വിവിധ തരത്തിൽ നമുക്ക് നീരസങ്ങളെ ഒന്ന് ഇത് ചെയ്യാം. ഒന്ന് ഫിയർഫുൾ, ഭയമുള്ള, ദേഷ്യം, അസ്വസ്ഥനാകുന്ന, കത്തിക്കയറുന്ന, നിരാശനായ, ബോറടിച്ച, ഏകാന്തനായ, അസ്വസ്ഥനായ, അസംതൃപ്തനായ, മർക്കടമുഷ്ടി പിടിക്കുന്ന, അലസോരപ്പെടുത്തുന്ന, മുൻകോപമുള്ള, ദുഃഖിതനായ, അസഹിഷ്ണുതയുള്ള, പകയുള്ള, വൈരാഗ്യമുള്ള, ക്ഷമയില്ലാത്ത, ഭ്രാന്ത് പിടിച്ച, അസൂയാലുവായ, സ്പർദ്ധയുള്ള. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ റിസെന്റ്മെന്റ്സിന്റെ ഒരു അർത്ഥം, വിവിധ അർത്ഥങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് അങ്ങനെയെല്ലാം കടന്നു വരാം. റിസെന്റ്മെന്റ്സ്, നീരസം കടന്നു വരാം. മൂന്നാമത്തെ, എന്താണ് വിദ്വേഷത്തെ കൈകാര്യം ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ? എന്താണ് ബിഗ് ബുക്ക് പറയുന്നത്? വാട്ട് ആർ ദ ഇൻസ്ട്രക്ഷൻ ഫോർ ഡീലിംഗ് വിത്ത് റിസെന്റ്മെന്റ്സ്? അതാണ് ചോദ്യം. അതിന്റെ ഉത്തരം ഇതാണ്. വിദ്വേഷത്തെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ഇതൊക്കെ ഒരു ലിസ്റ്റിൽ എഴുതുന്നു, നമ്മളൊരു പട്ടിക തയ്യാറാക്കുന്നു. അതാണ് ബിഗ് ബുക്കിൽ പറയുക. പേജ് നമ്പർ 63, 63. നാലാമത്തെ ചോദ്യം, വാട്ട് ഷുഡ് ഐ ഡു വിത്ത് ദിസ് ഇൻസ്ട്രക്ഷൻ? താഴെ പറയുന്ന എന്താണ് നമ്മൾ ഈ ഇൻസ്ട്രക്ഷനും കൊണ്ട് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ പറയുകയാണ്, ബിഗ് ബുക്കിൽ പറയുകയാണ്, താഴെ പറയുന്ന പോലെ ഒരു കോളം ഉണ്ടാകുന്നു. ആ കോളത്തെ പറ്റി നമ്മൾ ആദ്യം ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ഞാൻ വീണ്ടും ഒന്നും കൂടി ചെറുതായിട്ടൊന്നും കൂടി പറയുകയാണ്. അതായത് ആദ്യത്തെ കോളം, ഞങ്ങൾക്ക് ദേഷ്യമുണ്ടായിരുന്ന ആളുകളുടെയും സ്ഥാപനങ്ങളുടെയും തത്വങ്ങളുടെയും പേരുകളുടെ ഒരു പട്ടിക ഞങ്ങൾ തയ്യാറാക്കി. കോപാകുലരായത് എന്തിനാണ്? ഞങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ, സെക്സ് ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുകയോ ദ്രോഹിക്കപ്പെടുകയോ ചെയ്തിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വ്രണിത ഹൃദയരായി. ബുക്ക് പറയുന്ന ഭാഗമാട്ടോ ഞാൻ വായിച്ചത്. പേജ് നമ്പർ 63. നമുക്ക് ഇവിടെ നമ്മൾ ആദ്യമേ നമ്മൾക്ക് ദേഷ്യമുണ്ടായിരുന്ന ആളുകൾ, സ്ഥാപനങ്ങൾ, തത്വങ്ങൾ, ഈ 3 വാക്ക് നമ്മൾ കേട്ടു. ആരൊക്കെയാണ് ഈ ആളുകൾ? ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ബന്ധുക്കളാകാം, അകന്ന ബന്ധുക്കളാകാം, കൂട്ടുകാരാകാം, പ്രേമബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നവരാകാം, പുരോഹിതരാകാം, പോലീസുകാരാകാം, വക്കീലന്മാരാകാം, ജഡ്ജ് ആകാം, മെഡിക്കൽ മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളാകാം, എംപ്ലോയർ ആകാം, അതായത് എനിക്ക് ജോലി തന്ന ആളാകാം, കൂടെ ജോലി ചെയ്യുന്നവരാകാം, കടം നൽകിയവരാകാം. അവസാനമായി ചിലപ്പോൾ നമ്മുടെ റിക്കവറിയിലെ കൂട്ടുകാർ പോലും ഈ റിസെന്റ്മെന്റ് ലിസ്റ്റിൽ വരാം. അപ്പൊ നമ്മള് പീപ്പിൾ എന്ന് പറയുന്നത് അത്രയും പേരെയാണ്. പിന്നെ കൂടുതൽ ആഡ് ചെയ്യാൻ നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ആഡ് ചെയ്യാം. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? എന്താണ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്? അതായത് വിവാഹം, പള്ളി, മതം, നിയമം, സർക്കാർ, വിദ്യാഭ്യാസ സിസ്റ്റം, നിയമ നടപടികൾ സ്വീകരിക്കുന്നവർ, മാനസിക ആരോഗ്യ സ്ഥാപനങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള സിസ്റ്റം. ഇതിനോടൊക്കെ നമുക്ക് ഒരു വെറുപ്പുണ്ടാകാം, നീരസം ഉണ്ടാകാം. അപ്പൊ അത് നമ്മൾ ഇനി കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ആഡ് ചെയ്യണം. അടുത്തത് പ്രിൻസിപ്പിൾസ്, അതായത് ദൈവത്തെ പറ്റിയാകാം, എന്റെ കർമ്മയെ പറ്റിയാകാം, സ്വർഗം, നരകം, പാപം, നിയമങ്ങൾ, ഇതൊക്കെയാണ് പ്രിൻസിപ്പിൾസ്. അപ്പൊ ഈ 3 നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് ആദ്യത്തെ കോളത്തിൽ നമ്മൾ എഴുതാൻ തയ്യാറാവുന്നത്. ഇനി അപ്പൊ നമ്മൾ കണ്ടു, നമ്മൾ വളരെ ചുരുങ്ങിയ രീതിയിൽ ഞാൻ ആരോടൊക്കെ വിദ്വേഷമുള്ളതാണെന്ന പേര് നമ്മൾ തയ്യാറാക്കിയ ആദ്യത്തെ കോളത്തിൽ. രണ്ടാമത്തെ കോളത്തിൽ അവരോട് അതിനുള്ള കാരണം കണ്ടുപിടിച്ചു. മൂന്നാമത്തെ കോളത്തിൽ അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ബാധിച്ചത് എന്ന് കണ്ടുപിടിച്ചു. നമ്മൾ ഇനി വീണ്ടും ഈ അടുത്ത പേജുകളിൽ വീണ്ടും ഈ കോളങ്ങൾ വരുന്നുണ്ട് എന്ന് നമ്മൾ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. സ്റ്റെപ്പ് 4, റിസെന്റ്മെന്റ്സ്. അതിനു മുമ്പായിട്ട് റോഹിത് എഴുതിയേക്കണ ആ കോളത്തിൽ എഴുതിയേക്കണ കുറച്ച് കാര്യങ്ങളുണ്ട്. മൈ ഡാഡ് ഡെഡ് വെൻ ഐ വാസ് 16 ആൻഡ് അബാൻഡൻ മീ. അതായത് ഡാഡിയോട് പുള്ളിക്ക് നീരസം ഉണ്ടായിരുന്നു. കാരണം പുള്ളി മരിച്ചപ്പോഴത്തേക്കും പുള്ളിക്ക് ഒരു നീരസം, അത് അനാഥനായതുകൊണ്ട് നീരസം. പിന്നെ അതിനകത്ത്
മൂന്നാമത്തെ കോളത്തിൽ നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് എഴുതാം. സെൽഫ് എസ്റ്റീം, SC എന്നോ ഡോളർ എന്നുള്ള അതിന്റെ ചിഹ്നം കൊടുത്തുകൊണ്ടോ, അവർ അംബീഷൻസ് എന്നുള്ള A എന്നോ, പേഴ്സണൽ റിലേഷൻഷിപ്പിന് വേണമെങ്കിൽ PR എന്നോ, അല്ലെങ്കിൽ സെക്സ് റിലേഷൻഷിപ്പിന് വേണമെങ്കിൽ SR എന്നോ ഒക്കെ നമുക്ക് എഴുതാം. അത് പേജ് നമ്പർ 64, 65 നമുക്കത് പറയുന്നുണ്ട്. നമ്മുടെ നീരസം, സ്വയം മതിപ്പ്, ലൈംഗിക ബന്ധം, ആത്മാഭിമാനം, വ്യക്തിബന്ധം, അതൊക്കെ സുരക്ഷിത ബോധം, ഇതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് പിന്നെ നമുക്കൊരു ഓർന്നിട്ടുണ്ട് ഒരു പേജ് കൂടി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇഫ് യു ആർ ലേസി ലൈക്ക് മീ ആൻഡ് ഡോണ്ട് വാണ്ട് ടു കീപ് റീറൈറ്റിംഗ് ദ തിങ്സ് ഇൻ തേർഡ് കോളം. മൂന്നാമത്തെ കോളത്തിൽ വീണ്ടും എഴുതാൻ പറ്റൂല്ലെങ്കിൽ നമുക്ക് ഇൻടു മാർക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും, അതായത് ആദ്യത്തെ ആ കോളവും ഇപ്പൊ കാണാമത്തെ ഈ കോളവും സെയിം തന്നെയാണ്. പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അത് ചെയ്യാം. ആദ്യത്തെ കോളത്തിൽ നമുക്ക് വിശദീകരിച്ച് എഴുതണമെങ്കിൽ എഴുതാം. രണ്ടാമത്തെ കോളത്തിൽ വേണമെങ്കിൽ നമുക്ക് അതിന്റെ മാർക്ക് SC, A, ഡോളർ, PS, PF, ഇത് F പ്രതിദാനം ചെയ്യുന്ന ഫിയർ, പ്രൈഡ്, അതൊക്കെ നമുക്ക് പിന്നെ സെക്സ് റിലേഷൻഷിപ്പ്, PR എന്ന് പറഞ്ഞ പേഴ്സണൽ റിലേഷൻഷിപ്പ്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അംബീഷൻ, A എന്ന് പറഞ്ഞ അംബീഷൻ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അടുത്ത കോളത്തിലേക്ക് പോകുമ്പോ ആ കോളത്തില് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അത് ആരൊക്കെയാണ് പീപ്പിൾ വരുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത്, പ്രിൻസിപ്പിൾ വരുന്നത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ കോളത്തിലാണ് വി ലിസ്റ്റഡ് പീപ്പിൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രിൻസിപ്പിൾ വിത്ത് ഹും വി വെയർ ആംഗ്രി. നമ്മൾ ദേഷ്യമുണ്ടായിരുന്നവരുടെ പേരുകൾ എഴുതുന്ന ആദ്യത്തെ കോളത്തിലാണ്. വി ആസ്ക്ഡ് ourselves why we are angry. നമ്മൾ സ്വയം ചോദിക്കുകയാണ്. അത് പേജ് നമ്പർ 64 പറയുന്നുണ്ട്. മലയാളം ബുക്കിലും 64 തന്നെയാണ്, 63 അപ്പൊ നമ്മൾ രണ്ടാമത്തെ കോളത്തിൽ ദേഷ്യമുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കി. മൂന്നാമത്തെ കോളത്തില് ആകട്ടെ വാട്ട് ഇറ്റ് ഈസ് അവർ സെൽഫ് എസ്റ്റീം, അവർ സെക്യൂരിറ്റി, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അടുത്തത് അത് തന്നെ ഫോർത്ത് സ്റ്റെപ്പ്, റിസെന്റ്മെന്റ് ലിസ്റ്റ് വർക്ക്ഷീറ്റ്. അത് തന്നെയാണ് വീണ്ടും നമുക്കത് മൂന്ന് രീതിയിൽ ചെയ്യാൻ കഴിയും. വെറുതെ കോളത്തിൽ ഇൻറ്റു ഒന്നും ഇടാണ്ട് നമുക്ക് വേണമെങ്കിൽ SC എന്നോ ഡോളറിനോ രൂപ നഷ്ടപ്പെട്ടെങ്കിലോ അങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ കഴിയും. നമ്മുടെ സാമ്പത്തികമായിട്ട് പ്രശ്നം ഉണ്ടാവുന്ന പേടിച്ചിട്ടാണെങ്കിൽ നമ്മുടെ രൂപയുടെ സൈൻ കൊടുത്താൽ മതി. പിന്നെ സെക്സ് പ്രശ്നം ഉണ്ടായെങ്കിൽ നമ്മൾ SR കൊടുക്കണം, സെക്സ് റിലേഷൻഷിപ്പ്. അംബീഷനാണ് A കൊടുക്കണം, പ്രൈഡിനാണ് P കൊടുക്കണം, ഫിയർ ഭയത്തിനാണ് F കൊടുക്കണം. ഇനി നമുക്ക് സ്റ്റെപ്പ് ഫോർ റിസെന്റ്മെന്റ്സ് ടു പ്രയർ. നമ്മൾ പ്രയറിലേക്ക് പോവാണ്. റിസെന്റ്മെന്റ്സിന് പ്രയറിന് മുമ്പായി എന്തുകൊണ്ടാണ് നമ്മൾ റിസെന്റ്മെന്റ്സ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്കറിയാം. ഇതൊരു ആത്മീയ രോഗമാണ് മദ്യാസക്തി. അതുകൊണ്ട് തന്നെ ഈ ആത്മീയ രോഗത്തിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിന്റെ ബുക്കിൽ പറയുന്നത്, അത് നമുക്ക് നോക്കാം. വാട്ട് ബിക്കം പ്ലെയിൻ, എന്താണ് വ്യക്തമായ കാര്യം? അതായത് ബിഗ് ബുക്കിൽ 65-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, അഗാധമായ വിദ്വേഷം ഉൾക്കൊള്ളുന്ന ജീവിതം നിഷ്ഫലവും അസന്തുഷ്ടവുമായതായിരിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ഒരു നിമിഷാർത്ഥത്തിലേക്കെങ്കിലും മനസ്സിലേക്ക് കടന്നു വരാൻ അനുവദിച്ചാൽ പ്രയോജനപ്രദമായി ചെലവഴിക്കേണ്ട സമയത്തെ നാം പാഴാക്കുകയായിരിക്കും. നമുക്ക് പ്രയോജനപ്രദമായിട്ട് ചെലവഴിക്കേണ്ട സമയത്തെ നമ്മൾ പാഴാക്കുകയാണ് ഈ നീരസം വെച്ചുകൊണ്ടിരുന്നത്. അതാണ് അതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം. അടുത്ത ചോദ്യം ചോദ്യം നമ്പർ 2, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഐ ഹോൾഡ് ഓൺ ദിസ് ഫീലിംഗ്സ്. ഞാൻ ഈ വികാരത്തെ അടക്കി നിർത്തിയാൽ എന്താണ് സംഭവിക്കുക? ബിഗ് ബുക്ക് പേജ് 65 ഉത്തരം പറയുന്നുണ്ട്. പക്ഷേ ഒരു അമിത മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മീയ അനുഭൂതിയുടെ നിലനിൽപ്പും വളർച്ചയും ലക്ഷ്യമാക്കിയിട്ടുള്ള അയാൾക്ക് മനസ്സിൽ വിദ്വേഷം സൂക്ഷിക്കുക എന്ന ഏർപ്പാട് അളവറ്റ തോതിൽ ഭയങ്കരമായ ഒന്നായിരിക്കും. അത് മാരകമായിരിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. കാരണം അത്തരം വികാരങ്ങൾക്ക് മനസ്സിൽ സ്ഥാനം കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആത്മാവിന്റെ വെളിച്ചത്തിന് കടന്നു വരാനാകാത്ത രീതിയിൽ കതക് കൊട്ടിയടയ്ക്കുകയാണ്. ഈ നീരസം കൊണ്ട് നമ്മുടെ കതക് കൊട്ടിയടിക്കുകയാണ്. അപ്പൊ അതാണ് ഈ വികാരത്തെ അടക്കി നിർത്തിയാൽ നമുക്ക് സംഭവിക്കുന്നതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം. മൂന്നാമത് ചോദ്യം നമ്പർ 3, ആൻഡ് വാട്ട് ഈസ് ദ എൻഡ് റിസൾട്ട്. അവസാനം എന്തായിരിക്കും സംഭവിക്കുക? എൻഡ് റിസൾട്ട് ഈസ് മദ്യത്തിന്റെ മുഴുഭ്രാന്ത് തിരിച്ചു വരികയും നാം വീണ്ടും കുടിക്കുകയും ചെയ്യുന്നു. നമുക്കാകട്ടെ കുടിക്കുക എന്നാൽ മരിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യം, അപ്പൊ നമ്മൾ വീണ്ടും കുടിക്കാൻ സാധ്യതയുണ്ട്. കുടിക്കുക എന്നാൽ മരിക്കുക എന്നാണ് അർത്ഥം. നാം വീണ്ടും കുടിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. കുടിക്കാൻ സാധ്യതയുണ്ടല്ലോ, കുടിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. നാലാമത്തെ ചോദ്യത്തിലോട്ട്, വാട്ട് ഇഫ് മൈ ആങ്കർ ഈസ് ജസ്റ്റിഫൈഡ്. എന്റെ വൈരാഗ്യം അല്ലെങ്കിൽ ദേഷ്യം നീതിയുക്തമായാൽ എന്ത്? അതിന് ഉത്തരം പേജ് നമ്പർ 65 തന്നെ ബിഗ് ബുക്കിൽ പറയുന്നുണ്ട്. ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കോപത്തിൽ നിന്ന് സ്വതന്ത്രരാകേണ്ടതായിട്ടുണ്ട്. ഭ്രാന്തമായ കോപാന്തതയും
നിരന്തരമായ പരാതിപ്പെട്ടുകൊണ്ടിരിക്കലുമെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അവയൊക്കെ സാധാരണ മനുഷ്യരുടെ അസ്പഷ്ടങ്ങളായ ആഡംബരങ്ങളായിരിക്കും. പക്ഷെ അമിത മദ്യപാനാസക്തന് ഈ കാര്യങ്ങൾ വിഷമാണ്. സാധാരണ മനുഷ്യർക്ക് അത് ആഡംബരവും, അമിത മദ്യാസക്തന് നീരസം എന്ന് പറയുന്നത് വിഷമാണ്. പേജ് നമ്പർ 65. ഓക്കെ, അടുത്ത ചോദ്യം 5 ആണ്. എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാം? ഹൗ കുഡ് വി എസ്കേപ്പ്? അപ്പോഴാണ് നമ്മൾ പറയുന്നത്, ഞങ്ങൾ പട്ടികയിലേക്ക് തന്നെ തിരിഞ്ഞു. കാരണം ഭാവിയുടെ താക്കോൽ അതിലാണ്. അതിനെ പുതിയൊരു വീക്ഷണത്തിൽ കാണാൻ ഞങ്ങൾ തയ്യാറെടുത്തിരുന്നു. പേജ് നമ്പർ 65, ബിഗ് ബുക്ക് പേജ് നമ്പർ 65. അടുത്ത അതിന് തന്നെ ഒരു ഉത്തരം കൂടി ബിഗ് ബുക്ക് പറയുന്നുണ്ട്. ഈ അമർഷത്തെ അതിജീവിക്കേണ്ടതുണ്ട്. പക്ഷേ എങ്ങനെ? മദ്യത്തിനുപരി അവയെ അകറ്റി നിർത്താൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പോൾ മദ്യത്തിനേക്കാളും അവരെ അകറ്റി നിർത്താൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് രക്ഷപ്പെടേണ്ടതുണ്ട് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ചോദ്യം നമ്പർ 6. വാട്ട് ഡു വി റിയലൈസ്? എന്താണ് നമ്മൾ തിരിച്ചറിയുന്നത്? ആ തിരിച്ചറിയുന്ന കാര്യം ഇതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങളോട് തെറ്റ് ചെയ്തവർ ആത്മീയമായി അധപ്പതിച്ചവരാകാം എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അവരുടെ രോഗലക്ഷണങ്ങളും അവ ഞങ്ങളെ ശല്യം ചെയ്ത രീതിയും ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരും ഞങ്ങളെ പോലെ രോഗികളായി